നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈക്ക് താൽക്കാലികമായിട്ട് പണി മുടക്കിയിരിക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ലിപ്പ് സിങ്കാവാതെ കിടക്കും. ലിപ്പ് ഒരിടത്തും വോയിസ് ഒരിടത്തും ആയിരിക്കും കിടക്കുന്നത്. ഞാൻ ഫുൾ വോയിസ് ഓവറാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശരി, നമ്മളിപ്പോൾ നാഗ്പൂരാണുള്ളത്. നമ്മൾ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു 99% ഓക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലേക്ക് കിടക്കുന്നതിൻ്റെ സന്തോഷം കേട്ടോ. ആക്ച്വലി ഈ മഹാരാഷ്ട്രയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സൗത്ത് ഇന്ത്യൻ ടേസ്റ്റിലെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബോഫേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ബൊമ്മസലി ഉപ്മാവ് ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ മുട്ട പുഴുങ്ങിയതെടുത്തു. സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ, അതുകൊണ്ട് 2 കടി കടിച്ചിട്ട് വെച്ചു. പിന്നെ വാട്ടർമെലൻ, പഴം ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. ഇത്രയും കഴിച്ചു കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻസ്, കുറേയല്ല, ഒരു കമൻറ്റ് മാത്രമേ സത്യം പറഞ്ഞാൽ റീഡ് ചെയ്തുള്ളൂ. അതിൻ്റെ താഴെ കുറേ റിപ്ലൈസൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് കണ്ടായിരുന്നു. അത് അമ്മ എടുത്ത് നോക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്ത് നോക്കിയതാണ്. അല്ലാതെ ഇപ്പം എനിക്ക് കമൻറ്റ് നോക്കാനുള്ള സമയം, റീഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഞാൻ റീഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു വേദയ്ക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് കൈകിട്ട് വരുന്ന കണ്ടിട്ടാണ് കമൻറ്റ് വന്നതെന്ന് തോന്നുന്നു. വേദയ്ക്ക് ശ്രീകുട്ടിയെക്കാട്ടി മെച്യൂരിറ്റി ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻറ്റ്. ഇപ്പം ഞാൻ വേദയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പങ്ക് പറ്റിയത് അത് എൻ്റെ ഇഷ്ടം, എൻ്റെ കുട്ടിക്ക് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ വാങ്ങിക്കൊടുക്കും. ചിലപ്പോൾ ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ട് അത് ഫുള്ളും ഞാൻ കഴിക്കും. അതെൻ്റെ ഇഷ്ടം. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ ഞങ്ങൾ കമൻറ്റ് ചെയ്തതെന്ന്. എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തുവെങ്കിൽ എനിക്ക് തിരിച്ച് മറുപടിയായിട്ട് ഇത് പറയാം കേട്ടോ. എൻ്റെ കൊച്ചിന് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കും, ചിലപ്പോൾ വാങ്ങിക്കൊടുക്കാതിരിക്കും. വേറെ കുറച്ച് പേര് വേദയും കൊണ്ട് ഞാൻ ടൂറ് പോയതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കൊച്ച് എൻജോയ് ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ഇഷ്ടത്തിന് വിടാതെ അതിനെയും കൊണ്ട് ടൂറ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾക്ക് ഈ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവൾക്ക് ആദ്യം വരാൻ മടിയായിരുന്നെങ്കിലും ഇപ്പോൾ അവൾ എൻജോയ് ചെയ്തു. പല സ്ഥലങ്ങളും കണ്ടു, ഇന്ത്യയുടെ പല ഭാഗങ്ങളും. ഇങ്ങേയറ്റത്തു നിന്ന് അങ്ങേയറ്റം വരെ പോകാൻ പറ്റി. അപ്പോൾ ആ ഒരു യാത്ര മിസ്സാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട്, അവളുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ അവൾക്ക് തീരുമാനം എടുക്കാനുള്ള പ്രായം ആയില്ല തൽക്കാലത്തേക്ക്. അപ്പോൾ തൽക്കാലം അവളുടെ തീരുമാനങ്ങളൊക്കെ ഞാനാണ് എടുക്കുന്നത്. അവളുടെ തീരുമാനം എടുക്കാൻ പ്രായമായെന്ന് തോന്നുമ്പോൾ അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. അവളെ എങ്ങനെ വളർത്തണം, എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിയാം. അവൾ എങ്ങനെയാണെന്നും അവൾ എങ്ങനെ വളർത്തണമെന്നും അവളുടെ അമ്മയായ എനിക്കറിയാം. അതിന് എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല കേട്ടോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഒരു കുഞ്ഞ് സ്കിൻ കെയർ കാണാം. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് വീണ്ടും പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് പറയാം. അതിനു മുമ്പേ നമ്മൾ ഹൽദിറാംസിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുക കേട്ടോ. ഇവിടെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഇഷ്ടം രസമലായി ആയിരുന്നു. അത് ഞാൻ രസഗുളയോ എന്തോ ഒരു സാധനം, അത് ഞാൻ വാങ്ങി കഴിച്ചു. വേദയ്ക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. വേദയ്ക്ക് വേറൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങി ഞാൻ വേദയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ആവശ്യമുള്ള സാധനം, ആവശ്യത്തിൽ കൂടുതൽ അവൾക്ക് കഴിക്കാനായാലും കളിക്കാനായാലും ഇടാനായാലും ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഐസ്ക്രീം വാങ്ങിയത് ഞങ്ങളത് കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവർ ഐസ്ക്രീം ആയിരുന്നു, കഴിച്ചിട്ടില്ലാത്തൊരു കമ്പനിയുടെ ആയിരുന്നു. അതെങ്ങനെയുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. ടേസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കഴിച്ചു. അപ്പോൾ അത് ഞാൻ കൈയിട്ട് വാരുന്ന കാര്യം നിങ്ങളോട്ട് ഷെയർ ചെയ്തത് കൊണ്ടല്ലേ ഇത് നിങ്ങൾ അറിഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പല കാര്യങ്ങൾക്കും
എൻ്റെ മകൾ ഏത് ഡ്രസ്സ് ഇടണം, എൻ്റെ കുട്ടി ഏത് ഭക്ഷണം കഴിക്കണം, എൻ്റെ കൊച്ചിന് ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ കൈയിട്ട് വാരണോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരുന്നോ, അതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഞാനത് കാണിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കാര്യം, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കുക. അതുകൊണ്ട് ഇപ്പോൾ വേദ വരണില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. കരഞ്ഞു വിളിച്ചിട്ടൊക്കെയാണ് വേദ സത്യം പറഞ്ഞാൽ വന്നത്. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് വേദയാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവൾ വരാതിരുന്നിരുന്നെങ്കിൽ അത്രയും അവളത് മിസ് ചെയ്താനെ. കേരളം മുതൽ ലഡാക്ക് വരെ എത്ര സ്റ്റേറ്റ് കവർ ചെയ്താണ് നമ്മൾ വന്നതെന്നറിയോ? ഇത് നമ്മൾ NH പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നിറയെ കാഴ്ചകൾ കാണും കേട്ടോ. അതിലൊരു ചെറിയൊരു കാഴ്ചയാണ് ഇതെനിക്ക് എടുത്ത് നിങ്ങൾ കാണിക്കണമെന്ന് തോന്നി. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കാര്യം അതിനിടയ്ക്ക് കയറി വരും. അപ്പോൾ ആ ഫ്ലോ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേദയാണ് ഒട്ടും താല്പര്യമില്ലാതെ വന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര സ്റ്റേറ്റ് കവർ ചെയ്താണ് വന്നതെന്നറിയോ? അവൾക്ക് പഠിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ, കാർഗിൽ വാറും മറ്റെന്തെല്ലാം കാര്യങ്ങൾ കണ്ടു എന്നറിയോ? ഇതൊന്നും ഒരിക്കലും വേദ വീട്ടിലിരുന്നെങ്കിൽ കിട്ടത്തില്ല. ഇനി ഞാൻ അവളെ ട്രിപ്പ് പോകാൻ വിളിക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഡ്രീം ട്രിപ്പായിരുന്നു. കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തു നിന്ന് ഇന്ത്യയുടെ അങ്ങേ അറ്റം വരെ ബൈ കാർ പോവാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതെനിക്ക് എൻ്റെ കുട്ടിയെ കൂടെ ആ ഒരു യാത്രയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നി. അത് എൻ്റെ കൊച്ചിൻ്റെ കാര്യം. ഞാൻ എൻ്റെ കുട്ടീനെ വിളിച്ചിട്ടുള്ളൂ. അപ്പുറം ഇപ്പുറം കിടക്കുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയോ ഒന്നും ഞാൻ വിളിക്കാൻ വന്നിട്ടില്ല. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കുന്നു, എടുക്കുന്നു, പോകുന്നു. അതിൽ നിങ്ങളാരും ഓർത്ത് വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. എൻ്റെ കൊച്ചിന് എന്ത് വാങ്ങിക്കൊടുക്കണം, അതിൽ നിന്ന് ഞാൻ കൈയിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടം. എൻ്റെ കുട്ടിക്ക് അവൾക്ക് വേണം എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ഞാനും എൻ്റെ ഏട്ടനും, അപ്പോൾ എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും ആരായാലും അവൾക്ക് വേണ്ടാത്തൊരു ബുദ്ധിമുട്ടുള്ള ആവശ്യത്തിൽ കൂടുതൽ അവൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടോപ്പിക്കല്ല. അതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയുടെ കമൻറ്റ് ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇവള് ചാവാൻ കിടന്നപ്പോൾ ഇവൾക്ക് പ്രാർത്ഥനയായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നു. അതിനൊരു ലോഡ് പുച്ഛം തോന്നുന്നു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ടീമുകൾ കേട്ടോ. ഞാൻ ലഡാക്കിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു. പല യൂട്യൂബേഴ്സും വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരും ഇങ്ങനെ വയ്യാതായുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് പേര് ബൈ കാർ കേരളത്തിൽ നിന്ന് ലഡാക്കിലും മറ്റും പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു അവെയർനെസ് പോലെ, അവർക്കൊരു ഇൻഫോർമേഷൻ പോലെ ഇങ്ങനെ പോയാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നുള്ള കുറച്ച് ഇൻഫോർമേഷനാണ് ഞാൻ ആ വീഡിയോയിലൂടെ പാസ് ചെയ്തത്. അല്ലാതെ എനിക്ക് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളെ കാണിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. പിന്നെ അവൾക്ക് പൈസ കിട്ടുന്നത് കൊണ്ടാണ് അവൾ ഇത്രയും വയ്യാതായിട്ട് അവൾ വീഡിയോ ഇടുന്നത്. ഓഫ് കോഴ്സ് പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. എൻ്റെ വീഡിയോ കാണാൻ വളരെ കുറച്ച് പേര് ഞാനൊരു വീഡിയോ ഇട്ടാൽ ഒരു 20K വ്യൂ കുറഞ്ഞത് ഞാൻ പറയട്ടെ, ഒരു 20K വ്യൂ എനിക്ക് കിട്ടാറുണ്ട്. ഒരു 20,000 പേര്, എനിക്കത് മതി. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മുടങ്ങാതെ എൻ്റെ വീഡിയോസ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു 10 പേരായിക്കോട്ടെ ഉണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഇപ്പം പറയും ഞാൻ അഹങ്കാരിയാണ്, അഹങ്കാരത്തോടെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലാണ് ഇങ്ങനെ കുറച്ച് കമൻസ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. എങ്ങനെയാണോ നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് തന്നെയാണ് എനിക്ക് വരുന്നത്. എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടല്ല, എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് വരുന്നത് കേട്ടോ. ദേഷ്യം കൊണ്ടാണ് ഞാൻ ഈ കമൻസിന് ഇങ്ങനെയൊക്കെ റിപ്ലൈ തരുന്നത്. നിങ്ങൾ പറയുന്നത് ഞാനിതൊക്കെ പബ്ലിക്കിൽ കാണിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ കമൻസ് വരുന്നതെന്ന് കേട്ടോ. അപ്പം ഞാൻ പബ്ലിക്കിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ കമൻസിന് റിപ്ലൈ ആയിട്ട് എനിക്കിങ്ങനെ തരാനും പറ്റും. എനിക്ക് അതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കത് ഭയങ്കര ഒരു മനസ്സുകൊള്ള കാര്യം കേട്ടോ. കമൻസിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സുകൊള്ള കാര്യമാണ്. ഞാനത് ഗംഭീരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മൈക്ക് എന്നെ ചതിച്ച കാര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്തായാലും ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. എൻ്റെ ഭർത്താവിനും എൻ്റെ കുട്ടിക്കും എൻ്റെ കുടുംബക്കാർക്കും ഇല്ലാത്ത വിഷമം ഇവിടെ ആർക്കും വേണ്ട. പിന്നെ ഒരുപാട് പേര് ചില കമൻസ് നമുക്ക് നമ്മുടെ തെറ്റിനെ തിരുത്തിക്കൊണ്ട് ചില കമൻസ് വരും കേട്ടോ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, അതിന് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ആ കമൻറ്റിൽ ബോധ്യപ്പെട്ടാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചിലർ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ പ്രോപ്പറായിട്ട് ഡ്രസ്സ് വെയർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് അസുഖം വന്നത്, ഈവൻ ഒരു ഷൂസ് പോലും ഇട്ടിട്ടില്ല എന്നുള്ളത്. എൻ്റെ ഡിക്കിക്കകത്ത് ഷൂസ് കിടക്കാണ് മക്കളെ. ഞാൻ ഷൂസ് ഇട്ട വീഡിയോസും അതിലുണ്ട്, നിങ്ങൾ കണ്ടാലറിയാം.
പിന്നെ എനിക്ക് വയ്യാതായപ്പോൾ എനിക്ക് കുനിഞ്ഞിരുന്ന് ലേസ് കെട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് കുനിയാൻ പറ്റുന്നില്ല, തല പൊക്കാൻ പറ്റുന്നില്ല, തല തിരിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടാക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ മാനസികമായിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കേ അറിയാവൂ. എനിക്കൊരു ഡ്രസ്സ് പോലും നേരെ ഇടാൻ പറ്റാത്ത അത്രയും വയ്യായികയിലാണ് ഞാൻ. ആ സമയത്ത് എനിക്ക് ഷൂസ് ഇടാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷൂസ് ഇടാത്തത്. പിന്നെ ചിലരൊക്കെ എന്നെ കളിയാക്കി കുബേരനിലെ ദിലീപിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തു ആ കമൻസൊക്കെ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കും അങ്ങനെ തോന്നി കേട്ടോ, കുബേരനിലെ ദിലീപിനെ പോലെ തന്നെ എനിക്കും തോന്നി. എൻ്റെ സാഹചര്യം അതായിരുന്നു. കാരണം ഈ തണുപ്പത്ത് എനിക്ക് ആ തണുപ്പ് എങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യണം, അതിന് ഞാൻ കുബേരനിലെ ദിലീപ് ആവുന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവുന്നു, ഇതൊന്നും എൻ്റെ മൈൻഡിൽ ഇല്ല. എനിക്ക് എൻ്റെ ബോഡിയെ തണുപ്പിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. ക്യാപ്പ് വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ വയ്ക്കുന്നു, 4 ജാക്കറ്റ് ഇടുന്നു, ഗ്ലൗ ഇടുന്നു, ഷൂസ് ഇടുന്നു, സോക്സ് ഇടുന്നു, എന്നിട്ടൊന്നും എനിക്ക് തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ നിങ്ങൾ സത്യം പറഞ്ഞാൽ അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അത്രയേറെ ഞാൻ ലഡാക്കിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ, എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ ഞാൻ കാണിച്ചത്. ലഡാക്ക് ഒരു മോശം സ്ഥലമെന്നല്ല പറയുന്നത്. ഏട്ടനും വേദയും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് ഹെൽത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഹെൽത്ത് കുറച്ച് ഇഷ്യൂ വന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നത്. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്. അവിടെ ഓക്സിജൻ്റെ ലെവൽ കുറവാണ്. അപ്പോൾ നമുക്ക് ചിലർക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരാം. ആ ചിലരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നു. ഞാൻ നന്നായിട്ട് അവിടെ ബുദ്ധിമുട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളവിടെ പോകുമ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഫസ്റ്റ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ പ്രശ്നം തീരും. ഞാനിത് ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് അതങ്ങ് വഷളായി. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നോക്കിയത്. അത് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചതായിട്ട് തോന്നിയെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. അത് അക്സെപ്റ്റ് ചെയ്ത് കണ്ടവർ ഒരുപാട് പേരുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ ലഡാക്കിൽ പോകുന്ന കാര്യം ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടു, ഒരുപാട് ഉപകാരപ്പെട്ടു, മാഹിനെ കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര്, ഇപ്പം നമ്മൾ തിരുപ്പതി പോയപ്പോൾ 2ാമത്തെ പ്രാവശ്യം തിരുപ്പതിയിൽ പോയപ്പോൾ ഒരു ഫാമിലിയെ കണ്ടു. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷൻ തോന്നിയിട്ടാണ് ഞങ്ങൾ ബൈ കാർ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. ഞങ്ങൾക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു, ആ ധൈര്യം കിട്ടി എന്ന് പറഞ്ഞു. വേദയുടെ ഫ്രണ്ട്, വേദികയുടെ അമ്മയൊക്കെ അവർ തിരുപ്പതിയിൽ കഴിഞ്ഞതിനും ബൈ കാറാണ് പോയത്. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് അത് നോക്കിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മുടെ എന്നല്ല, ഒരുപാട് യൂട്യൂബേഴ്സ്, ഞാനും പല വീഡിയോസും കണ്ടിട്ടാണ് കാശ്മീരായാലും ലഡാക്കിലായാലും ബൈ കാറ് പോയപ്പോൾ കുറേ ഇൻഫോർമേഷൻ നമുക്ക് ആ വീഡിയോസ് വഴി കിട്ടും. ഞാനും പലരുടെയും വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്തത്. പക്ഷെ അതിലൊന്നും ഈ വയ്യായികയുടെ കാര്യം, അവിടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയാണ്, ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് വരുമെന്നൊക്കെ അറിയാമെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടും എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത്രയേറെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഒരാളുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ കാര്യം അക്സെപ്റ്റ് ചെയ്ത് ആ സ്ഥലത്തേക്ക് അവരുടെ വീഡിയോയുടെ കാര്യം കണ്ടിട്ട് പോയി എന്നൊന്നും പറയുന്നതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല, ഒരു നാണക്കേടും. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ട്, ഇപ്പോൾ നമ്മുടെ സുജിത് ഭക്തൻ, പിന്നെ ശാന്തനു സുരേഷ്, പിന്നെ ഒരുപാട് പേര് എനിക്ക് പറയാനറിയില്ല, ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ലഡാക്കിലായാലും കാശ്മീരിലായാലും ഒക്കെ പോയത്. അതിൽ നിന്നും എനിക്ക് ഒരു നാണക്കേടുമില്ല. അതിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻ, ഒരുപാട് ഇൻഫോർമേഷൻ എനിക്ക് കിട്ടി. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത്. ഏട്ടൻ വീഡിയോസ് ഒന്നും കാണാറില്ല, പക്ഷെ ഞാൻ കാണും. എനിക്ക് കാരണം ഇതിനെ പറ്റിയൊക്കെ പഠിക്കണം എന്നുള്ളൊരിത് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഞാൻ ഇരുന്ന് വീഡിയോസ് കാണാറുണ്ട്. അത് നമ്മളെ യാത്രയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത്രയും ഞാനും കരുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരും ഇപ്പോൾ അവരുടെ വീഡിയോസിൽ പറയാത്ത പല കാര്യങ്ങളും എൻ്റെ വീഡിയോസിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു ഫാമിലിയെ കണ്ടു, അവർ ബൈ കാറ് ഇതുപോലെ ലഡാക്ക് പോകാൻ നിൽക്കുകയാണ്. ശ്രീകുട്ടിയുടെ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലഡാക്ക് വരെ നിങ്ങൾ പോണതിന് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാറും എടുത്ത് പോകരുത്, ഒട്ടും സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു അവാർഡാണ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലരും ഇപ്പോൾ ലഡാക്കിൽ പോകുന്ന കാര്യമല്ല, മറ്റ് പല കാര്യം, ഒരു ബ്യൂട്ടി പാർലറിൽ പോയാലും അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഞാൻ നമ്മൾ കാശ്മീരിൽ പോയി ഞാനൊരു ഹോട്ടലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ കണ്ടിട്ട് 2-3 ബുക്കിംഗ് വന്നു, നല്ല ഡിസ്കൗണ്ടിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ. അതുപോലെ നമ്മുടെ നട്ട്സിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ വീഡിയോ കണ്ട് ഞാൻ എപ്പോഴും അവരോട് പറയും, എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയണേ. അപ്പോൾ അവർക്കും അതൊരു
സന്തോഷം, എനിക്കും അതൊരു സന്തോഷം. എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി എന്നറിയുമ്പോൾ ഈ കമൻ്റ് ഇടുന്നവരിൽ പലരും അങ്ങനെ പോകുന്നവരുമുണ്ട്. കമൻ്റ് ഇട്ടിട്ട് അവർക്കും ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ നിന്ന് കിട്ടാറുണ്ട്. അത് വേറെ കാര്യം. എന്നാലും അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, വേണ്ട കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇത്രയും മറുപടി പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കുത്തിയിരുന്ന് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടി ഡബിളാണ് നിങ്ങളുടെ കമൻറ്റിനെ ഞാനിങ്ങനെ വീഡിയോയിലൂടെ മറുപടി പറയുമ്പോൾ. സത്യം പറഞ്ഞാൽ ലഡാക്കിൽ പോയ ശേഷം, അല്ല കാശ്മീർ വന്ന ശേഷം ഞാൻ വീഡിയോസിൻ്റെ കമൻറ്റ്സ് ഒന്നും റീഡ് ചെയ്യുന്നില്ല. വളരെ യാദൃശ്ചികമായിട്ട് കാണുന്ന ചില കമൻസുകളാണ്. ആ കമൻസാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ നെഗറ്റീവ് കമൻസാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവും. അതിനുള്ള മറുപടി മാത്രമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇനി ആരൊക്കെ എന്തൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചിലപ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്നറിയോ, ഒരാൾ എനിക്ക് നെഗറ്റീവായിട്ട് ഇട്ടാൽ അതിനെ സപ്പോർട്ടല്ല, അതിനെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമുക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ നമ്മളതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാം അല്ലേ. എന്തിനാണ് അവിടെ ഇരുന്ന് അതിനെ ഫുള്ളിരുന്ന് കണ്ടിട്ട്, ഫുൾ കാണും കേട്ടോ, ലാസ്റ്റ് വരെയുള്ളത് കണ്ടിട്ടാണ് കമൻറ്റ് ഇടുന്നത്, കുത്തിയിരുന്ന് കമൻറ്റ് ഇടുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയസിൽ വരാറുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുപോലെ എനിക്കും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയസിൽ കാണാറുണ്ട്. അങ്ങനെ ഒരു കണ്ടൻറ്റ് വന്നാൽ ചിലപ്പോൾ മേ ബി ഞാനത് ഫുള്ളിരുന്ന് കാണും, കണ്ടിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകത്തില്ല. അത് അവരുണ്ടാക്കുന്ന ഒരു കണ്ടൻറ്റ്, അവരത് ചെയ്യുന്നു. അല്ല നമ്മളെന്താ അഭിപ്രായം പറയാനാണ്? അല്ല എങ്കിൽ നമ്മളങ്ങ് കാണരുത്, അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുക, അത്ര തന്നെ. നമുക്ക് അവരുടെ അത്ര പോലും കഴിവില്ലല്ലോ. അവർ 10 പേരറിയാൻ വേണ്ടിയിട്ട് കോപ്രായം ആണെങ്കിലും കാണിച്ചിട്ട് 10 പേരറിയുന്നുണ്ടല്ലോ. നമുക്കതിനുള്ള കഴിവില്ലല്ലോ. അപ്പം നമ്മളതിനെ കുറ്റം പറയരുത്. അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റമൊന്നും പറയണ്ട. നിങ്ങളത് വേണമെങ്കിൽ കാണുക, വേണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. എൻ്റേതായാലും മറ്റുള്ള പലരുടെ കാര്യമായാലും. വല്ലാണ്ടങ്ങ് കാട് കയറി ഞാൻ പറഞ്ഞല്ലേ. എനിക്ക് അങ്ങ് അത്രയ്ക്കങ്ങ് ദേഷ്യം വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞത് കേട്ടോ. പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ല സുഖം കൊണ്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ടോൾ പ്ലാസയെ പറ്റി കേട്ടോ. നമ്മൾ ആനുവൽ പാസ് 3075 രൂപ എന്തോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാരണാസി പോയപ്പോഴാണ് ഫസ്റ്റ് ടൈം ആനുവൽ പാസ് എടുക്കുന്നത് 3000 രൂപയ്ക്ക്. 3000 രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്താൽ നമുക്ക് 200 ടോൾ പ്ലാസാസ് കവർ ചെയ്യാം. ഒരു ടോൾ പ്ലാസയ്ക്ക് 15 രൂപ എന്താ ആവുന്നുള്ളൂ. 200 ടോൾ പ്ലാസ, നാഷണൽ ഹൈവേയുടെ എല്ലാ ടോൾ പ്ലാസയിലും നമുക്ക് ആക്റ്റീവാണ്. 200 ടോൾ പ്ലാസ 3000 രൂപയ്ക്ക് നമുക്ക് കവർ ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഈ 3000 രൂപ അടച്ചില്ലെങ്കിൽ ഒരു ടോൾ പ്ലാസയ്ക്ക് 100, 150, 200 ഒക്കെ വരുന്ന ടോൾ പ്ലാസാസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് 3000 എന്നുള്ളത് 10-20,000 രൂപ നമുക്ക് വരും കേട്ടോ. ഭയങ്കര ലാഭമാണ് ഈ 3000 രൂപയ്ക്ക്. നമ്മൾ റെഗുലറായിട്ട് ടോൾ പ്ലാസാസ് വഴി പാസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഈ ആനുവൽ പാസ് എടുക്കുന്നത് ഭയങ്കര ലാഭമാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിഞ്ഞ ഡിസംബറിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വാരണാസി പോയി, ഇപ്പോൾ കാശ്മീർ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും നാഗ്പൂർ കഴിഞ്ഞ് ഒരു 6 ടോൾ പ്ലാസയോടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ 200 ടോൾ പ്ലാസയും കവറായി. 3000 രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്ന 200 ടോൾ പ്ലാസാസും കവറായി കേട്ടോ. വെറും 3000 രൂപ 200 ടോൾ പ്ലാസയ്ക്ക് ആയിട്ടുള്ളൂ. അല്ല നമ്മൾ ഈ ആനുവൽ പാസ് എടുത്തില്ലെങ്കിൽ 10-30,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആയാനെ കേട്ടോ. ഷുവറായിട്ടുള്ള കാര്യമാണ്. ഒരു 20,000 രൂപ കുറഞ്ഞത് എന്തായാലും ആയാനെ. അപ്പോൾ ഞാൻ കരുതി ഇനി നമ്മളെ കയ്യിൽ നിന്ന് പൈസ ആവുമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ അവരുടെ സൈറ്റിൽ കയറി ഒന്നുകൂടെ ചെക്ക് ചെയ്തു. അപ്പം നമുക്ക് വീണ്ടും ആനുവൽ പാസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ പുതുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഈ ഡിസംബർ മുതൽ അടുത്ത 1 വർഷം വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ 3000 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഈ ഡിസംബർ 13-ന് ചാർജ് ചെയ്തത് എനിക്ക് അടുത്ത ഡിസംബർ 12 വരെയോ 13 വരെയോ ഉപയോഗിക്കാം. അതിന് മുന്നേ എൻ്റെ അത് തീർന്നു. അപ്പം ഞാൻ കരുതി ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആവുമെന്ന് കരുതി. പക്ഷേ അങ്ങനെ അല്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തീർന്നപ്പോൾ ഞാൻ വീണ്ടും 3000 രൂപയ്ക്ക് ചാർജ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് വാലിഡിറ്റി കഴിഞ്ഞാലേ ചാർജ് ചെയ്യാവുന്നില്ല. നമ്മുടെ ആ 200 ടോൾ പ്ലാസയും കവർ ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും 3000 രൂപയ്ക്ക് ചാർജ് ചെയ്യാം. വീണ്ടും 3000 രൂപയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് 200 ടോൾ പ്ലാസാസ് കവർ ചെയ്യാൻ പറ്റും. രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൽ ആനുവൽ പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. ആനുവൽ പാസ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കാറിൻ്റെ നമ്പർ കൊടുക്കുക, ബാക്കി അവർ ഡീറ്റെയിൽസ് ചോദിക്കും. ഗൂഗിൾ പേ ആണോ, കാർഡ് പേയ്മെൻ്റ് ആണോ, എങ്ങനെ വേണോ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവൽ പാസ് കിട്ടും. 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് 200 ടോൾ പ്ലാസാസ്
കവർ ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര ലാഭമാണ്. രാജ്മാർഗ് യാത്ര എന്നാണ് ആപ്പിൻ്റെ പേര് കേട്ടോ. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റെഗുലറായിട്ട് പോകുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗമുള്ളൂ, അല്ല എങ്കിൽ വലിയ ഉപയോഗമൊന്നുമില്ല കേട്ടോ. നമ്മളിതിപ്പോൾ നോക്കി വാരണാസി പോയിട്ട് വന്നു, ഇപ്പം ഓൾ ഇന്ത്യ പോയിട്ട് വന്നു, എന്നിട്ട് നമുക്ക് 3000 രൂപ ടോൾ പ്ലാസയ്ക്ക് ആയിട്ടുള്ളൂ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് ഞാൻ ഇത്രയും സമയം ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എല്ലാം മൈക്ക് ഓഫായിരുന്നു. ഓഫല്ല, കിട്ടിയിട്ടുണ്ട്, പക്ഷേ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. നോയ്സ്, പുറത്തെ നോയ്സ് കൂടുതലും എൻ്റെ നോയ്സ് കുറവുമായിരുന്നു. അതുകൊണ്ടാണ് ഫുൾ മ്യൂട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ നമ്മൾ നാഗ്പൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് യാത്ര ചെയ്ത് ഉച്ചയ്ക്കൊരു ധാബയിൽ കയറി. ചോറും തൈരും എൻ്റെ ചമ്മന്തിപ്പൊടിയും എൻ്റെ മുളക് വറുത്തതും എൻ്റെ നാരങ്ങ അച്ചാറും പിന്നെ അവരുടെ ഓംലെറ്റും പിന്നെ അവരുടെ പപ്പടമൊക്കെ വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞത് ഹൈദരാബാദ് എത്താറായപ്പോൾ ഒരു സ്ഥലത്തിറങ്ങി ചായ കുടിക്കുകയാണ്. നല്ല അസല് ചായ, നല്ല സ്വാദുള്ള, നല്ല കടുപ്പമുള്ള, ഏലക്ക അല്ല ഇഞ്ചി ഇടാത്ത നല്ല ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഹൈദരാബാദിലൊരു റൂം എടുത്തു. ഹൈദരാബാദ് അല്ല, പ്രോപ്പർ ശംഷാദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് നമ്മളിവിടെ ഒരു നെഹ്റു റിംഗ് റോഡ് ഉണ്ട്. ആ റിംഗ് റോഡ് കയറിയാണ് എപ്പോഴും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വരുന്നത്. ആ റിംഗ് റോഡ് കയറുന്നതിന് മുന്നേ ആണ് റൂം എടുക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ ആ റിംഗ് റോഡ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ റൂം എടുത്തു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാരഡൈസ് ബിരിയാണി ഉണ്ട്. അത് ഇവിടെ ഹൈദരാബാദിൽ ഫേമസ് ആണ്. ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന പാരഡൈസ് ബിരിയാണി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാരണാസി പോയിട്ട് വന്നപ്പോൾ അവിടെ ഇറങ്ങി കഴിക്കാൻ നിന്നപ്പോൾ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞു, ഇത് ഒറിജിനൽ പാരഡൈസ് അല്ല, അത് ശരിക്കും ഹൈദരാബാദിലാണുള്ളത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് പാരഡൈസ് ബിരിയാണിയിൽ കിട്ടുന്ന ബിരിയാണി നല്ലതല്ല. അതുകൊണ്ട് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹൈദരാബാദി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കടയിൽ കയറി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി. അവിടുത്തെ ബിരിയാണിയും വലിയ സ്വാദൊന്നും തോന്നിയില്ല. അപ്പം നമ്മൾ കരുതി അച്ചേട്ടൻ നമ്മളെ പറ്റിച്ചതാണ്, ഇപ്രാവശ്യം ഉറപ്പായിട്ടും പാരഡൈസ് ബിരിയാണി പോയി ബിരിയാണി കഴിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഹോട്ടൽ ഓണർ പറഞ്ഞു, അയ്യോ പാരഡൈസ് ബിരിയാണി കഴിക്കല്ലേ, അപ്പുറത്തുള്ള ഹൈദരാബാദി ഷെഫ് ബിരിയാണി അങ്ങനെ എന്ത് പറഞ്ഞാൽ അവിടെ നിന്നേ കഴിക്കാവൂ എന്ന് പറഞ്ഞു. ശരി, എല്ലാവരും ഒരുപോലെ കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവിടെ കൊള്ളില്ലായിരിക്കും. അങ്ങനെ നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് കാർ എടുക്കാണ്ട് ഓട്ടോയിൽ കയറി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി കഴിക്കാനായിട്ട് പോവാം കേട്ടോ. ഓട്ടോ പിടിച്ചത് കാർ കൊണ്ടുപോയാൽ അവിടെ എങ്ങും ഇടാനോ പാർക്കിങ്ങിനോ ഒന്നും സ്ഥലമില്ല. ഭയങ്കര തിരക്കുള്ള സിറ്റി ആട്ടോ. ഇവിടുന്ന് ഹൈദരാബാദ് ഒരു 10 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര തിരക്കുള്ള സിറ്റി ആയതുകൊണ്ട് ഓട്ടോ പിടിച്ച് വന്നു. ഓട്ടോയ്ക്ക് 100 രൂപ കൊടുത്തു. അവിടെ നിന്നൊരു 1 കിലോമീറ്ററെങ്കിലേ വരത്തുള്ളൂ കേട്ടോ ഈ ഒരു ഹോട്ടൽ വരെ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഈ റെസ്റ്റോറൻറ്റ് വരെ 1 കിലോമീറ്ററിനുള്ളിലേ വരുള്ളൂ. 100 രൂപ കൊടുക്കേണ്ടി വന്നു. കറങ്ങിയാണ് വന്നത്, പിന്നെ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 100 രൂപ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ വന്ന അതേ ഹൈദരാബാദി ഷെഫ് അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള ബിരിയാണി കടയല്ല, റെസ്റ്റോറൻറ്റിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ ചിക്കൻ ടിക്കയൊക്കെ കഴിച്ചിട്ട് ഒരു ചിക്കൻ ടിക്ക കഴിക്കാൻ കരുതി. വേദയും ഏട്ടനും കൂടി റൊട്ടി പറഞ്ഞു, ഞാൻ ബിരിയാണി പറഞ്ഞു. കണ്ടോ, കൊച്ചിന് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്, ചുമ്മാ കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല, കൈയിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ കമൻറ്റ് ഇടുന്നുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ കൊള്ളാവോ ഇല്ലയോ എന്നറിയാതെ വെറുതെ കാശ് കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഒരെണ്ണം വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതിപ്പോൾ അവൾ ചെറുതായിട്ട് ഇതൊക്കെ കാണിക്കും, വിഷമമൊക്കെ കാണിക്കുമെങ്കിലും അവൾക്ക് എനിക്ക് തരണതിൽ ഒരു വിഷമവുമില്ല, എനിക്കും അവൾക്ക് കൊടുക്കുന്നതിൽ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വരുന്നതിൽ യാതൊരുവിധ വിഷമവുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വലുതായിട്ട് വിഷമിക്കണ്ടേ. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത് എന്താണ്, ചിക്കൻ ടിക്കയും പറഞ്ഞു, റൊട്ടിയും പറഞ്ഞു, ഒരു ഹാഫ് റെഗുലർ ബിരിയാണിയും പറഞ്ഞു കേട്ടോ. ഇന്നത്തെ ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ബിരിയാണിയായിരുന്നു. ചിക്കൻ ബിരിയാണി പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ടിക്കയും റൊട്ടിയും ബിരിയാണിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. കൈയിട്ട് വാരി കഴിച്ചു. നിങ്ങളിതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടാലും ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം 2-3 ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. വീട്ടിലെ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് ഇന്നലെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിട്ട് ഇതുവരെ അത് പിറക്കി അടിക്കുകയോ ഒന്നും വെച്ചിട്ടില്ല. ആകെ വലിച്ച് വാരി ഇട്ടേക്ക്, അതൊന്ന് വാരി വെക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങളിനി പാടുപെട്ട് ബുദ്ധിമുട്ടിയിരുന്ന് കമൻറ്റ് ഇടണമെന്നില്ല. ഞാനെന്തായാലും റീഡ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ മറ്റുള്ളവർ കണ്ട് റീഡ് ചെയ്ത് നിങ്ങൾക്കൊരു സമാധാനത്തിന് ചിലർ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിപ്ലൈ തരും, ചിലർ അതിന് തെറ്റാണെന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും ഞാൻ കാണാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇതുവഴി എങ്ങാനും പോയി ആരെങ്കിലും സ്ക്രീൻഷോട്ട് അയച്ചു തരുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം പോകുമെങ്കിൽ നിങ്ങളിരുന്ന് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ എന്ത് പറയാനാണ്, ഞാനെന്തായാലും കാണാൻ പോകുന്നില്ല, റീഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ചപ്പാത്തിയും ടിക്കയും ബിരിയാണിയൊക്കെ വന്നു. ടിക്ക അസാധ്യ ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ദിവസത്തിന് ശേഷം തിന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല, അടിപൊളി ടിക്കയായിരുന്നു കേട്ടോ.
ബിരിയാണി ഓക്കെ ഹൈദരാബാദി ബിരിയാണി ഭയങ്കര ഹൈപ്പ് പറയുന്നെങ്കിലും എനിക്ക് ഹൈദരാബാദി ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാടൻ ദം ബിരിയാണി, കോഴിക്കോടൻ ദം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹൈദരാബാദി ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഒന്ന് ഹോട്ടലിൽ കയറിയപ്പോൾ ബിരിയാണിൻ്റെ മണം കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ഹാഫ് ബിരിയാണി വാങ്ങിയേക്കാമെന്ന് കരുതിയത്. എന്തായാലും ടിക്ക എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിരുന്നു. ഞാനീ പറഞ്ഞ പോലെ ഒരു മാസം കൊണ്ട് നീ നല്ല രീതിയിലുള്ള ചിക്കനൊന്നും കഴിക്കുക. എന്നും ഹോട്ടലിലൊക്കെ കാശ്മീരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ടിക്കയും ഫ്രൈ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. കുറേ നാളിന് ശേഷം കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല. നല്ല ചൂടോടെ എരിവോടെ. ഈ ഹൈദരാബാദിലൊക്കെ ആന്ധ്രയിൽ എരിവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ബിരിയാണി വന്നു. ആ ബിരിയാണിക്കുള്ളിൽ 2 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ ചെന്ന് ബിരിയാണി ചോദിച്ചാൽ അതിൽ 1 പീസേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിലും 2 പീസ് ബിരിയാണിയിൽ 2 പീസ് ചിക്കൻ ഉണ്ടാവും. ഇവിടെ ആന്ധ്രയിലും 2 പീസ് ചിക്കൻ 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയിൽ. നല്ല സോഫ്റ്റായിട്ട് നല്ല കുക്കായിട്ടുള്ള ചിക്കനായിരുന്നു കേട്ടോ. മേ ബി നമ്മുടെ ദം ബിരിയാണിയൊക്കെ കഴിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടാവാം എനിക്ക് ബിരിയാണി കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ ബിരിയാണി നല്ലതായിരുന്നു. എനിക്കങ്ങോട്ട് ആ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. എന്താണ് ആ ഒരു മസാല എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ബിരിയാണിക്കല്ല ഞാൻ കുറ്റം പറഞ്ഞത്, എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ദം ബിരിയാണിയും നമ്മുടെ ആമ്പൂർ ബിരിയാണിയൊക്കെ കഴിച്ച് കിടക്കുന്ന നമുക്ക് ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റായില്ല. എനിക്ക് ഈ കൈമ റൈസിലെ ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ. ബസ്മതി റൈസിലെ ബിരിയാണി ഇഷ്ടമല്ല. ഇങ്ങോട്ട് വന്നാലും നീളനരിയിലെ ബിരിയാണിയേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാവാം എനിക്കിഷ്ടപ്പെടാത്തത് കേട്ടോ. അല്ലാതെ ഒന്നുമില്ല. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. സോഫ്റ്റ് കുക്ക് ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ബിരിയാണിയെ കാട്ടി ഈ പ്രാവശ്യത്തെ ബിരിയാണി കൊള്ളായിരുന്നു. അങ്ങനെ ബിരിയാണിയും ടിക്കയും റൊട്ടിയൊക്കെ കഴിച്ചു. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. കുറേ കമൻസിന് റിപ്ലൈ തന്നപ്പോൾ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് എല്ലാം. നമ്മൾ ഏകദേശം വീടെത്താറായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് എന്താണ് ഒരു കട ഉണ്ടായിരുന്നല്ലോ, ഒരു ബേക്കറി. അവിടെ കയറി ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. കറാച്ചി ബേക്കറി. കഴിഞ്ഞ നമ്മുടെ വാരണാസി ട്രിപ്പ് കണ്ടവരുണ്ടെങ്കിൽ അറിയാം, അവിടെ കയറി ബൺമസ്കയും ചായയൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചായിരുന്നു. ഇപ്പോൾ ബൺമസ്കയും ചായ ഒന്നുമല്ല, വേറെ ചോക്ലേറ്റും എന്തൊക്കെയോ സാധനങ്ങളാണ് വാങ്ങിയത്. അവിടെ കയറി കുറച്ചൊരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓട്ടോ പിടിച്ച് 100 രൂപ കൊടുത്ത് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോയി. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് നമ്മൾ സേലത്തേക്ക് പോവാണ് മക്കളെ. ഇഡ്ഡലിയും ദോശയൊക്കെ നാളെ കിട്ടും. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇഡ്ഡലിയും ദോശയും കഴിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ. അതുപോലെ തന്നെ എനിക്ക് തമിഴ്നാട് ബിരിയാണി അങ്ങോട്ട് കഴിച്ചോളാം മുട്ടിയിട്ട് വയ്യ കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര കൊതി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് തമിഴ്നാട് ബിരിയാണി ആരോ കഴിക്കുന്നത്. അത് കണ്ടപ്പം മുതൽ തുടങ്ങിയ കൊതിയാണ്. അപ്പോൾ ബിരിയാണിയും പിന്നെ നാളെ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഇവിടെ ഹൈദരാബാദ് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നല്ല ഇഡ്ഡലി, പൂ പോലത്തെ ദോശ, നിറയെ നെയ്യ് ഒഴിച്ച ഗീ ദോശ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് വിശേഷം നമുക്കിവിടെ എൻഡ് ചെയ്യാം. നാളെ നമ്മുടെ സേലം വിശേഷമായിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തും മക്കളെ. സത്യം കേട്ടോ, ഒന്ന് വീടെത്തിക്കോളാം മുട്ടിയിട്ട് വയ്യ. എപ്പോഴും ഞാനിത് തന്നെ പറയുന്നതല്ലേ. 1 മാസത്തെ ട്രിപ്പ് ഇങ്ങനെ പോയി നോക്കും മക്കളെ. അപ്പോൾ അറിയാം നമ്മൾ എത്രമാത്രം നമ്മുടെ നാട് മിസ് ചെയ്യുന്നു, നമ്മുടെ വീട് മിസ് ചെയ്യുന്നു, നമ്മുടെ ആൾക്കാരെ മിസ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.